ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു PM സ്കിൻ കെയർ റൂട്ടീൻ ബൈ യൂസിങ് സെറ്റാഫിൽ പ്രോഡക്ട്സ് ആണ്. ഞാൻ മുൻപുള്ള വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ സെറ്റാഫിൽ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് നമ്മളെ സ്കിന്നിൽ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച് വളരെ ഡ്രാസ്റ്റിക് ആണ്. ഇതാണ് ഞാൻ എൻ്റെ PM സ്കിൻ കെയർ റൂട്ടീനിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്. ഇതിൽ ടോണർ ഉണ്ട്, സീറം ഉണ്ട്, പിന്നെ ഒരു ക്രീം ഉണ്ട്. ഇതൊരു ഡേ ക്രീമാണ്, പക്ഷേ ഞാനത് നൈറ്റിലാണ് യൂസ് ചെയ്യാറ്. മാത്രമല്ല ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഫേസ് വാഷും കൂടി ഉണ്ട്. ആദ്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ ജെന്റിൽ ക്ലെൻസർ ആണ്. ഇത് ഡ്രൈ ടു നോർമൽ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നിനും ബെസ്റ്റ് സ്യൂട്ടബിൾ പ്രോഡക്റ്റ് ആണ്. അടുത്തായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് സെറ്റാഫിലിന്റെ ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസിന്റെ റിഫ്രഷിംഗ് ടോണർ ആണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് സെറ്റാഫിലിന്റെ ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസിന്റെ പെർഫെക്റ്റിംഗ് സീറം ആണ്. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിന്റെ തന്നെ ഒരു ക്രീമാണ്. ഈ വീഡിയോയിൽ തന്നെ ഇതിന്റെ മോർ ഡീറ്റെയിൽസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ ജെന്റിൽ ക്ലെൻസർ ആണ്. ഇത് നമ്മുടെ മേക്കപ്സും ഇംപ്യൂരിറ്റീസും ഡേർട്ടും പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓയിൽ സെക്രീഷൻസും എല്ലാം റിമൂവ് ചെയ്ത് നമ്മളെ ഫേസ് നല്ല ക്ലീൻ ആക്കുന്നതാണ്. ക്ലെൻസിങ് ഡേ ആൻഡ് നൈറ്റ് റെഗുലർ ആയിട്ട് ചെയ്യുന്നത് നമ്മളെ സ്കിൻ ഹെൽത്തിന് നല്ലതാണ്. പോർസിനെയൊക്കെ ക്ലീൻ ചെയ്യാനും ആക്നിയുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇതൊരു മൈൽഡ് ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മളെ സ്കിന്നിനെ നന്നായിട്ട് ജെന്റിലായിട്ട് ക്ലെൻസ് ചെയ്യുക. ഇതിൽ ഓവറായിട്ട് ഫോം ഒന്നും വരില്ല. അപ്പം നമുക്ക് ആ ഒരു ഡേർട്ട് പോകുന്ന ഫീല് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളെ സ്കിന്നിലെ ഡേർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത് റിമൂവ് ചെയ്യുന്നതാണ്. ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരിക്കലും അത് വാഷ് ചെയ്തിട്ട് ടവലുകൊണ്ട് വൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ ഒരു കോട്ടൺ പാഡ് അല്ലെങ്കിൽ ഒരു ഗോസോ അല്ലെങ്കിൽ ഒരു സ്മോൾ ടവലോ എടുത്തിട്ട് നമ്മളത് ജസ്റ്റ് വൈപ്പ് ചെയ്തെടുത്താൽ മതി. ഈവൻ കോട്ടൺ പാഡോ അല്ലെങ്കിൽ ഗോസ് വെച്ചിട്ടാണെങ്കിലും വൈപ്പ് ചെയ്യുമ്പോൾ ഫേസ് വല്ലാതെ ഹാഷായിട്ട് വൈപ്പ് ചെയ്യാതെ സോഫ്റ്റ് ആയിട്ട് വേണം വൈപ്പ് ഔട്ട് ചെയ്ത് കളയാൻ. ഈ വീഡിയോൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്, സെറ്റാഫിലിൻ്റെ തന്നെ ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്തിട്ടാണ് ഫേസ് വാഷ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും മൈൽഡായിട്ടൊരു ഫോം മാത്രമേ വരുള്ളൂ. അത് വല്ലാണ്ട് പതയത്തില്ല. ജസ്റ്റ് നമുക്കൊരു ഫേസ് ക്ലെൻസ് ആയി എന്നൊരു ഫീല് തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫോമിങ് ഫേസ് വാഷാണിത്. ഫേസ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം നല്ലൊരു കോട്ടൺ ടവലോ അല്ലെങ്കിൽ ഒരു ഗോസ് പാഡോ യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായി ഒപ്പിയെടുക്കണം. ഒരിക്കലും നമ്മൾ ഫേസ് റബ്ബ് ചെയ്യാൻ പാടില്ല. ഫേസ് നന്നായി പാഡ്രൈ ആയതിനു ശേഷം സെറ്റാഫിലിൻ്റെ തന്നെ ഹെൽത്തി റേഡിയൻസിൻ്റെ ബ്രൈറ്റ്നസ് ടോണറാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇത് നന്നായി സോഫ്റ്റൻ ആക്കും സ്കിന്ന്. മാത്രമല്ല നല്ലൊരു റിഫ്രഷിങ് ഫീല് നമുക്ക് തരും. മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കുന്ന പോലെ ഇതൊരു സോഫ്റ്റർ ആൻഡ് നോൺ സ്റ്റിക്കി ടോണർ ആയതുകൊണ്ട് തന്നെ സ്കിന്നിലോട്ട് പെട്ടെന്ന് തന്നെ അബ്സോർബ്ഡ് ആവും. ടോണർ അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ നമ്മളെ ഫേസിൽ സീറം ആയാലും ക്രീം ആയാലും ഉടനെ തന്നെ അത് അപ്ലൈ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ടോണർ ഒന്ന് അബ്സോർബ്ഡ് ആയി സ്കിന്നൊന്ന് ടൈറ്റൻ ഫീൽ ആവുമ്പോഴാണ് നമ്മൾ സിറം യൂസ് ചെയ്യേണ്ടത്. മോർണിംഗ് ടൈം സിറം യൂസ് ചെയ്യുമ്പം ഞാൻ കൈകൊണ്ട് തന്നെ സിറം അപ്ലൈ ചെയ്ത് അത് ജെന്റിലായിട്ട് മസാജ് ചെയ്ത് സ്കിന്നിലോട്ട് അബ്സോർബ്ഡ് ആക്കുകയാണ് ചെയ്യാറ്. ഈവനിങ് സ്കിൻ കെയർ റൂട്ടീൻ അല്ലെങ്കിൽ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിൽ ഞാൻ സിറം അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസ് മെല്ലെ ഡാബ് ചെയ്തിട്ട് അത് ഫേസിനൊരു ജെന്റിൽ മസാജും അല്ലെങ്കിൽ ഒരു റിഫ്രഷ്മെൻറ്റും കൂടിയാണത്. സിറം ഫേസിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ്ഡ് ആവുന്നതിന് മുന്നേ ഒന്നെങ്കിൽ ഒരു ഗോഷ അല്ലെങ്കിൽ ഒരു ജെയ്ഡ് റോളർ വെച്ചിട്ട് ഞാൻ ജെന്റിലായിട്ട് സ്കിന്നിനെ മസാജ് ചെയ്യാറുണ്ട്. ഫേസിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ്. ഒരുപാട് ഹാഷായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ ഒരിക്കലും ജെയ്ഡ് റോളറോ അല്ലെങ്കിൽ ഗോഷ വെച്ചിട്ട് മസാജ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് നമ്മളെ ഫേസിനൊരു സൂത്തനിങ് ഏജൻറ്റ് പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യാനേ പാടുള്ളൂ. ഇത് ജസ്റ്റ് ഒരു മസാജ് മാത്രമല്ല, ഫേസിനൊരു എക്സസൈസും ഒരു വാമപ്പും കൂടിയാണ്. നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് സെറ്റാഫിലിൻ്റെ ഹെൽത്തി റേഡിയൻസിൻ്റെ ബ്രൈറ്റനിങ് ഡേ ക്രീമാണ്. ഇത് SPF 15 പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. ഇത് ഞാൻ നൈറ്റ് ടൈം ആണ് യൂസ് ചെയ്യാറ്. കാരണം എനിക്കിത് കൂടുതലായിട്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയി തോന്നിയത് നൈറ്റ് ടൈം യൂസ് ചെയ്തിട്ടാണ്. സെറ്റാഫിൽ ബ്രൈറ്റ്നസ് പ്രൊട്ടക്ഷൻ ക്രീമിൻ്റെ നൈറ്റ് ക്രീമും അവൈലബിൾ ആണ്. ഈ ഒരു ക്രീം പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സ്കിന്നിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ സ്കിൻ ഈവൻ ടോൺ ആക്കിയിട്ടില്ലെങ്കിലും സ്കിന്നിനൊരു 1 ഷെയ്ഡ് അപ്പ് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഫേസിൽ പിമ്പിൾസ് പോപ്പപ്പ് ചെയ്യുന്ന ഡേയിലെല്ലാം ഞാൻ സെറ്റാഫിലിൻ്റെ ബെൻസാക് AC ജെൽ അപ്ലൈ ചെയ്യാറുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ലിപ് ബാം ആയിട്ടുള്ള സാത്വ നാച്ചുറൽസിൻ്റെ കൗമുദി ലിപ് ബാമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. മുന്നേയുള്ള വീഡിയോസിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ലിപ് ബാം എൻ്റെ ബെസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ബാമാണ്. ഈ ഒരു ലിപ് ബാം എൻ്റെ ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിപ് ബാം പിഗ്മെൻറ്റേഷൻ ഉള്ള എല്ലാവർക്കും യൂസ് ചെയ്യാം. 100% റിസൾട്ടാണ്. മാത്രമല്ല ഇത് 100% നാച്ചുറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് കൂടി നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ബെസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള എന്ത് ഡൗട്ട്സും കമൻറ്റ് ചെയ്യാം. മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ. താങ്ക് യു.